മദ്യം ഒഴിച്ചേരുന്നതും ഫിറ്റാകുന്ന ഞാൻ ആദ്യം കാണുക, അതോ ഞാൻ അറിയാതെ നീ ഓടിച്ചോ? കൊട്ടാര സൂപ്രണ്ട് കൊച്ചുണ്ടി ലൂട്ടി സമയത്ത് അടിക്കാറില്ല, അഥവാ അടിച്ചാലൊട്ട് ഫിറ്റ് ആവത്തുമില്ല. ഇന്നാ ഇതും കൂടി പിടി. അനന്തരവള പെണ്ണ് ഗർഭിണിയായതിന്റെ സന്തോഷം ഈ തിരുമുഖത്ത് കാണാനുണ്ട്. അതിന്റെ സന്തോഷത്തിൽ ഈ കൊച്ചുണ്ണി ഒരു കൊച്ചടിച്ചോട്ടാ, ഒരു സ്മൈൽ. ഈ രാജാവ് പ്രജാവത്സലനാടാ, നീ അടിച്ചോ. പക്ഷെ അതെന്റെ സന്തോഷത്തിന് വേണ്ടി അല്ല, എന്റെ സങ്കടം തീർക്കാൻ. കല്യാണം കഴിഞ്ഞ് 25 വർഷമായി ഞാൻ കഷ്ടപ്പെടുന്ന എന്തിനാ? ഒരു കുഞ്ഞിക്കാല് കാണാൻ. ആ അധ്വാനമൊക്കെ കാറ്റിപ്പറത്തി ചുരുങ്ങിയ സമയം കൊണ്ടൊരു തെണ്ടിച്ചെറുക്കൻ കൊട്ടാരത്തിൽ കയറി ഗോൾ അടിച്ചില്ലേ, എനിക്ക് സഹിക്കാൻ പറ്റുമോ? തമ്പുരാൻ വിഷമിക്കണ്ട, അങ്ങയ്ക്ക് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. നമുക്ക് ആ തെണ്ടിച്ചെറുക്കനെ കൊണ്ട് നല്ല ഗോൾ അടിപ്പിക്കാം. ശിവ ശിവ, അയ്യോ ദേ വരുന്നത് കണ്ട കൊട്ടാരം മുഴുവൻ നാറ്റിക്കും. എല്ലാവരും നീ മുങ്ങിക്കോ. എന്താ കൊട്ടാരത്തിൽ കുഞ്ഞു പിറക്കാൻ പോണെന്ന് അറിഞ്ഞപ്പോഴേ ദുഷ്ടമൂർത്തികൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിരിക്കണു. ഗർഭാരംഭത്തിൽ തന്നെ അശ്വതി മോടെ വയറ്റി കിടന്ന് കുഞ്ഞ് പരാക്രമങ്ങൾ കാട്ടുന്നു. നിന്നെപ്പോലുള്ള അന്ധവിശ്വാസികൾ താമസിക്കുന്ന സ്ഥലമല്ലേ? അതെയോ? എന്തായാലും ഇന്ന് തന്നെ സർപ്പക്കാവൽ ഒരു സർപ്പം തുള്ളൽ നടത്തണം. എന്തിനാ സർപ്പം തുള്ളലാക്കുന്നത്? ഒരു സോമയാഗം തന്നെ നടത്താം. അക്കൂസി പോകുന്നതിന് ഒരു ഹോമം നടത്തുന്ന വിവരദോഷികൾ. സർപ്പങ്ങളാണോടാ പേരെടുക്കുന്നത്? സർപ്പത്തെ തൊട്ടുള്ള കളി വേണ്ട, ജീവനുള്ള ദൈവങ്ങളാ. ഏട്ടാ ഇപ്പൊ ഏട്ടത്തിയുടെ ചെവി കൊണ്ട് കേട്ടതാ കുഞ്ഞിന്റെ കരച്ചില്. കേട്ടോ കുഞ്ഞിന്റെ കരച്ചില് കേട്ടോ? എന്റെ പരദൈവങ്ങളെ, ഭദ്രകാളി അമ്മേ, അറുകൊല വല്യച്ഛ, ചെറിയച്ഛ, നാഗരാജാവേ, നാഗയക്ഷി കാത്തുകൊള്ളണേ. നാഗയക്ഷി കാറ്റുകൊള്ളണേ. നീ അത് TV ഓൺ ചെയ്തിട്ടുണ്ടോ? അതിൽ നിന്നായിരിക്കും കുഞ്ഞിന്റെ കരച്ചിൽ. നോക്കിയേ, ഈ പട്ടിയെ കണ്ട ഒരു അശുഭ ലക്ഷണമില്ലേ? സംശയമുണ്ടോ? ഇനി പട്ടിയുടെ വയറ്റിൽ നിന്നാണോ കുഞ്ഞിന്റെ കരച്ചില്? ആത്മാവ് തന്നെയാണ് നീ. പരിഹാരമായി നീ വേഗം പോയി സർപ്പം പാട്ട് നടത്താൻ നോക്ക്. നിർത്തണോ? കൊട്ടാരത്തിൽ ഇത്തരം വൃത്തികേടുകൾ കാണിച്ചാ പിന്നെ എങ്ങനെയാ ദൈവകോപം ഉണ്ടാകാതിരിക്കുക? കോപിക്കും, ഇനിയും കോപിക്കും. ഈ കൊട്ടാരം നശിപ്പിച്ചിട്ടേ ഈശ്വരൻ അടങ്ങൂ. അതേ വന്നു മൂത്ത് തരച്ച അന്ധവിശ്വാസി. നീ നിരീശ്വരവാദം കൊണ്ട് നടന്നോ? പണ്ട് സരസ്വതിക്ക് നിന്റെ അനുജൻ മഹേന്ദ്രനെ വയറ്റിലുണ്ടായിരുന്നപ്പോഴും 2-ാം മാസം അനക്കണ്ടായതാ. ഇനി അവനെ മുത്തശ്ശി അനക്കണ്ട, അവൻ കുവൈറ്റ് സന്തോഷമായിട്ട് ജീവിച്ചോട്ടെ. കൃഷ്ണ ഗുരുവായൂരപ്പ. സർവ്വ അമ്പലങ്ങളും നിരങ്ങി കൊട്ടാരത്തിലെ കാശം മുടിച്ചു വരുന്നുണ്ട് വിശ്വാമിത്ര മഹർഷിയും ഭാര്യയെ. ദൈവദോഷം പറയരുത് കേട്ടോ. നമ്മുടെ മോൾക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ പോയിട്ട് വരികയല്ലേ അവര്. വഴിപാട് കഴിച്ചില്ലേ അവള് 12-ാം മാസത്തിലെ പുറത്തുള്ളായിരിക്കും. ഒരു വഴിപാട്. പ്രസവത്തിനും കുഞ്ഞുണ്ടാവാനും ഒക്കെ വെടി വഴിപാട് തന്നെയാ കഴിക്കേണ്ടത്. ഗുരുവായൂരപ്പനെയും ഏറ്റുമാനൂരപ്പനെയും വൈക്കത്തപ്പനെയും കണ്ടു തൊഴുതു. അമ്മമാരെയും വിട്ടില്ല. കൊടുങ്ങല്ലൂരമ്മ, ചോറ്റാനിക്കരയമ്മ, ആറ്റുകാലമ്മ തുടങ്ങി സർവ്വ അമ്മമാരെയും പ്രാർത്ഥിച്ചു. മണ്ണാർശാലയിൽ അമ്മയ്ക്ക് ഉരുളി കമിഴ്ത്തി. 2 ഉരുളി കുറഞ്ഞു പോയല്ലോ. നീ ഉരുളി കമിഴ്ത്തി നമ്മുടെ കൊട്ടാരവും ചേച്ചി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആശുപത്രിയും ഒടുവിൽ ഉരുളി കച്ചവടക്കാരുടെ കയ്യിലിരിക്കും. ഞാൻ ഈ പ്രസാദം മോക്കൊണ്ടേ കൊടുത്തിട്ടില്ല. അവളെ ലേബർ റൂമിൽ കയറ്റി. ഇനി ആരും അങ്ങോട്ട് കയറ്റില്ല. ഈശ്വര, ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്രസാദം കൊണ്ട് ദേ ചോറ്റാനിക്കരയിലെ പ്രസാദം അങ്ങോട്ട് കഴിക്കുക. സുഖപ്രസവമായിരിക്കും. അതിന് പ്രസവിക്കേണ്ടത് അശ്വതിയല്ലേ? അശ്വതിക്ക് വേണ്ടി അവളുടെ ഭർത്താവ് കഴിച്ചാലും മതിന്നേ. എന്റെ ശകുന്തളെ, അകത്ത് അശ്വതി മോൾക്ക് പെയിൻ വരണേ ഇല്ല. ഇവിടെ ഒരാൾക്ക് പെയിൻ വന്ന് പൊളയാൻ തുടങ്ങിയിട്ട് നേരെ എത്രയെന്നറിയോ? അങ്ങനെയാ സ്നേഹമുള്ള ഭർത്താക്കന്മാര്. എന്തായാലും ഭാഗ്യവാനാ. അതെ അതെ, ഇത്ര കൊച്ചിലൊരു അച്ഛനാകാൻ കഴിഞ്ഞല്ലോ. ഇന്നാ മോനെ, ഇവിടെ ചിലർക്ക് മൂക്കിൽ പല്ല് വന്നിട്ടും. ദേ മോനെ, പായസം കുടിക്കും. ഇവളുമാരെന്തിനാ അവന്റെ കഴുത്തിന് ഊത്തി പിടിക്കുന്നത്? ഏയ്, പായസം കുടിപ്പിക്കുക. പായസം കാത്തിരുന്ന് കൊട്ടാരത്തിനൊരു കുഞ്ഞിക്കാല് സമ്മാനിച്ചവനല്ലേ അവൻ. അമ്മായിമാര് മത്സരിച്ച് സ്നേഹിക്കുക. എന്നാലിനി നിങ്ങൾ സൂക്ഷിക്കണം. ആണത്തോണ്ടോ തെളിയിച്ചവനാ വിനോദ്. വളരും തോറും മോളുടെ ശാഠ്യവും കൂടി വരുന്നുണ്ട്. അമ്മുവിന്റെ കാര്യം നോക്കാൻ ഒരു പെൺകുട്ടി വേണമെന്ന് ഞാൻ വർക്ക്ഷോപ്പിലെ ശങ്കരപ്പിള്ളയോട് പറഞ്ഞിരുന്നു. ആ കുട്ടി ചിലപ്പോൾ നാളെ വന്നേക്കും. നീ എന്താ ഈ പറയണേ? മോളെ നോക്കാൻ പുറത്തുനിന്ന് എന്തിനാ വേറെ ആള്?
ഇവിടെ എനിക്കും ഒക്കെ വേറെന്താ പണി? അതെ, കുഞ്ഞിനെ ലാളിക്കാൻ ഞങ്ങൾക്കും ആശയില്ലേ. അതെ. അവളെ ഞങ്ങള് താഴത്തും തറയിലും വെക്കാതെ പൊന്നുപോലെ നോക്കിക്കോളാം, അല്ലേ മോളെ? അമ്മൂട്ടി 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 എന്ന് വിളിച്ച് സൗകര്യം തരൂല ഈ അമ്മായിമാര്. അമ്പടി മിടുക്കി. ഇവളെ ഇങ്ങത്താ, എന്നിട്ട് മനസ്സമാനത്തോടെ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. ടാറ്റാ. ടാറ്റാ. എന്റെ പൊന്നു സാറേ, ഞാൻ ഈ വില്ലേജ് മുഴുവൻ അരിച്ചു പറക്കി. എന്തിന്? നമ്മുടെ പട്ടിയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. പട്ടിയെ കാണാനില്ലെന്ന്. ഈ വീട്ടിലെന്താ പട്ടി വാഴില്ല? ഇതിപ്പോ എത്രാമത്തെ തുടലും പൊട്ടി ചോടുന്നത്? പട്ടി മാത്രം? എത്ര കറവ പശുക്കളുണ്ടായിരുന്ന വീടായത്. ഇവിടെ ആരോ കൂടോത്രം ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. താൻ ഒന്നുകൂടെ അന്വേഷിക്കും, എവിടെയെങ്കിലും കാണും. ഇതാണ് മോടെ വല്യ വല്യ മുത്തശ്ശൻ, ഉത്രാടം തിരുനാൾ ഉദയവർമ്മ തമ്പുരാൻ. ഭയങ്കര സംഗീതപ്രിയനായിരുന്നു. മോക്ക് ഇഷ്ടപ്പെട്ടോ ഈ മുത്തശ്ശനെ? നല്ല മുത്തച്ഛൻ. പക്ഷെ മുത്തച്ഛൻ ഒരു കള്ള ലക്ഷണം. അമ്പടി കേമി. മോൾക്ക് ഇതാരാണെന്നറിയാമോ? ഇതാണ് വിക്രമാദിത്യവർമ്മ, മോളുടെ വല്യമ്മാവന്റെ വല്യമ്മാവൻ. വലിയ വീരശൂര പരാക്രമിയായിരുന്നു. ദേ എത്ര പേരുടെ തലവെട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ? ഓഹോ, അപ്പൊ ഇദ്ദേഹം ബാർബറായിരുന്നോ? കൊച്ചുണ്ണി വേണ്ട, പണ്ടത്തെ കാലമാണെങ്കിൽ തന്റെ ഈ തലയൊക്കെ കയ്യാലപ്പുറത്തിരുന്നേനെ. ഈ വിക്രമാദിത്യവർമ്മയും ഉദയവർമ്മയും ജയദേവർമ്മയും ഒക്കെ ആരായിരുന്നു തനിക്കറിയോ? ഉവ്വ, എല്ലാവരും ബർമാക്കാരാന്ന് മനസ്സിലായി. സോറി. ഇത് മോളുടെ വലിയ മുത്തശ്ശി. മോൾക്ക് 1 വയസ്സാവണതിന് മുമ്പ് മരിച്ചുപോയി. അയ്യോ, കരുനാക്കി മുത്തശ്ശിന്ന എല്ലാരും വിളിച്ചോണ്ടിരുന്നത്. ഈ ഫോട്ടോയിൽ ഇരിക്കുന്ന ആരാന്നറിയോ? മാനവേദവർമ്മ, ടിപ്പുവിനോട് യുദ്ധം ചെയ്ത വല്യ മുത്തശ്ശൻ. കുവൈറ്റിലുള്ള മോളുടെ മഹേന്ദ്ര കുഞ്ഞമ്മാവന്റെ അതേ ചായ നോക്കി. മോള് പേടിച്ചു മോളെ, പോയോ? എന്തിനാ മോള് കരയുന്നേ? മുത്തശ്ശന്റെ ഫോട്ടോ താഴെ വീണ് പൊട്ടിയേനാ. ചില്ല് പൊട്ടിയാ പുതിയൊരു ചില്ല് വാങ്ങിച്ചിട്ടാ പോരെ. അതിന് മോളെ കരയിപ്പിക്കണോ? താനാണോ ചില്ല് പൊട്ടിച്ചേ? അയ്യോ ഞാനല്ല. താനാണോ അവളെ കരയിപ്പിച്ചേ? അയ്യോ ഞാനല്ല. മോള് വാ മാമേ, കൊരങ്ങനെ കാണിച്ചു തരാം. എന്ത് കാണിച്ചു കൊടുക്കാൻ? താൻ തന്നെ ഇങ്ങനെ അങ്ങ് നിന്നാ മതി. മങ്കി വിത്ത് എ ടൈ. കുഞ്ഞാണെങ്കിലും മനുഷ്യനെ കളിയാക്കുന്ന വലിയ ഇഷ്ടാ. എനിക്കതാണ്ടില്ല. ചെറിയ മാമ ഇന്നാള് പറഞ്ഞല്ലോ ആനയെ കാണിക്കാന്ന്. എനിക്ക് ആനയെ കാണണം. മോളെ ആനയെ കാണിക്കുകയല്ല, വല്യമ്മാവൻ ആന പുറത്ത് കയറ്റും. ഭാഗ്യം അവളുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റ്. റോയൽ സ്റ്റൈലിൽ പോണോടാ. കൊട്ടാരം സൂപ്രണ്ട് കൊച്ചുണ്ണി മോക്ക് ഒരാനല്ല ഒരു കൂട്ടോറ്റാനെ കാണിച്ചു തരാം. മോക്ക് ഈ ചെറിയ മാവൻ പാന്റ് ഇട്ട ഒരു കങ്കാരുവിനെ കാണിച്ചു തരാം. പക്ഷെ ഈ കങ്കാരുവിന് ജിറാഫിന്റെ കഴുത്താ. ഒന്ന് തന്നെ ഏയ്, പൂരാടം തിരുന്നാൾ വലിയ കോഴിത്തമ്പുരാന്റെയും പൂരാടം തിരുന്നാൾ ചെറിയ കോഴിത്തമ്പുരാന്റെയും കോഴിയല്ല കോഴി. ആ കോഴിത്തമ്പുരാന്റെ എഴുന്നള്ളത്ത് തടയാൻ താനാരാ? ഒന്ന് മാറോ. വലിയ കോഴിത്തമ്പുരാൻ ആ ബോർഡൊന്ന് വായിച്ചേ. വെടിവഴിപാട് 10 രൂപ. ഇതെന്താ ഇന്ത്യ പാക് ബോർഡറോ വെടിവെക്കാൻ? സ്വാമിയേ, ആ ബോർഡല്ല, മറ്റേ ബോർഡ്. അന്ധവിശ്വാസികൾക്ക് പ്രവേശനമില്ല. അന്ധവിശ്വാസിയല്ല, അവിശ്വാസി. രണ്ടും ഒന്നാടാ. എന്തായാലും തമ്പുരാൻ അമ്പലത്തിൽ കയറ്റുന്ന പ്രശ്നമില്ല. ഈശ്വരന്റെ ശത്രു ഉത്സവം അലങ്കോലപ്പെടുത്തുമെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതാ. അയ്യോ, എങ്കിൽ വല്യേട്ടൻ കൊട്ടാരത്തിലേക്ക് തന്നെ മടങ്ങി പൊക്കോളൂ. മോളെ ഞാൻ ആനയെ കാണിച്ചോളാം. നീ ഒന്ന് വെറുതെ ഇരടാ. ഉത്സവം കാണാനും നാടകം കാണാനും ആനയെ കാണാനുമുള്ള അവകാശം ഏതൊരു ഇന്ത്യൻ പൗരനുമുണ്ട്. ഇതൊരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആകാശം ഇടിഞ്ഞു വീണാലും പുതിയൊരു ആകാശം പണിഞ്ഞേരാനുള്ള ആസ്തി ഇന്ന് ലക്ഷ്മീപുരം കൊട്ടാരത്തിലുണ്ട്. നീ വാടാ. ഒന്നും തോന്നല്ലേ. യുക്തിവാദി സമാജം പ്രസിഡന്റിനോടാ അവൻ വാദിച്ച് ജയിക്കാൻ പോകും. മോളെ, നമുക്ക് ആദ്യം അമ്പോറ്റിയെ തൊഴുതിട്ട് ആനയെ കാണാം. എനിക്ക് അമ്മൂട്ടിയെ തൊഴണ്ട. അതെന്താ അമ്പോറ്റിയെ തൊഴണ്ടാത്തത്? വേണ്ടെന്നല്ലേ പറഞ്ഞത്? അവിടെ എന്റെ മോളാ. നിന്നെ പോലെ അമ്പല വിശ്വാസിയല്ല. മോള് വാ, വല്യമാവൻ ആനയെ കാണിച്ചു തരാം. എന്നാലേ നമുക്ക് പോയി തൊഴുതിട്ട് വരാം. അയ്യോ തമ്പുരാൻ പറ്റൂ, ഞാൻ ഇനി ഇതൊക്കെ അഴിക്കണ്ടേ? എടോ, അമ്പലത്തിൽ വരുമ്പോഴെങ്കിൽ ഈ കൗബീനെ എടുത്ത് കഴുത്തിലിടല്ലെന്ന് പറഞ്ഞിട്ടില്ലേ? പാടോ.
കൊച്ചു തമ്പുരാട്ടിക്ക് ആനയെ ഒന്ന് തൊടണമെന്ന്. 100 രൂപയാ തൊടുന്നതിന്. ഈ വാങ്ങലാണ് ഉത്സവം കഴിയുമ്പോ ആനയെ വാങ്ങുമല്ലോ. ഈ ആനയെ കാണാൻ നല്ല ശേലുണ്ട്. മോൾ ആനയെ തൊട്ടോ. എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാനല്ല നിരീശ്വരവാദി. വിനായക നെഞ്ച് കത്തിപ്പോയി. നല്ല ശേലുണ്ട്. ഇതെന്ത് കടപ്പ. ഇങ്ങേരിതെന്താ വെടികൊണ്ട് വന്നിയ പോലെ ഓടി വരുന്നത്? ഇതെന്തു പറ്റി കൊച്ചുരാമ? അമ്പലത്തിൽ ആന വരണ്ടു, വല്യേട്ടൻ വരട്ടിയതെന്നാ എല്ലാരും പറയണേ. ആനക്കാലെ തീർന്നു കാണും. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്കും കഴിയില്ലല്ലോ. എന്റെ ഭഗവതി, ചതിച്ചോ? മതി പീപ്പിച്ചത്. എന്തിനാ വല്യമ്മ ഓടണേ? ഒളിമ്പിക്സിന് പോവാൻ നീ ഒറ്റ ഒരുത്തി അതിനൊക്കെ കാരണം. ഇപ്പൊ ആനപ്പുറത്ത് ഇരിക്കുന്ന പോലെയുണ്ട്. നല്ല രസം. രസമല്ല, സാമ്പാർ. ആന എന്റെ പുറത്ത് കേറിയേനെ. അപ്പൊ ആന ഏട്ടനെ ഒന്നും ചെയ്തില്ലേ ഏട്ടാ? ചെയ്തടാ, ആന കുത്തി കുടലെടുത്തു. നീ ഇതിനെ ഒന്നെടുത്തേ. മോക്ക് എന്തെങ്കിലും പറ്റിയോ? അമ്മൂന് ആനയ്ക്ക് ഒന്നും പറ്റിയില്ല.